സർക്കാർ ഉദ്യോഗസ്ഥന് ദേവസ്വം ബോർഡ് അംഗമാകാനാകില്ല എന്ന് ഡോക്ടർ ബി അശോക് IAS മീഡിയ വണ്ണിനോട്. ഇത് നിയമവിരുദ്ധമാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ ദേവസ്വം ബോർഡിൽ ഇരുന്നാൽ സർക്കാർ പറയുന്നത് കേൾക്കേണ്ടി വരും. ശമ്പളം വാങ്ങുന്നോ ഇല്ലയോ എന്നതല്ല പ്രശ്നമെന്നും ബി അശോക് മീഡിയ വണ്ണിനോട് പറഞ്ഞു. കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് നിയമിച്ചത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അതിൽ നിയമപ്രശ്നങ്ങളുണ്ട്. നിയമവിരുദ്ധമായിട്ടാണ് അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയെന്നാണ് ബി അശോകിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ബി അശോക് IAS ഇപ്പോൾ മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഹർജിയുമായിട്ട് മുന്നോട്ട് പോകാൻ തോന്നിയത്? അല്ല, ഗവൺമെന്റ് സർവന്റിന് ദേവസ്വം ബോർഡിന്റെ അംഗമാകാൻ കഴിയില്ല എന്ന് എനിക്ക് നേരത്തെ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് 10-ാം തീയതി ഇങ്ങനെ മാധ്യമ വാർത്തകൾ വരികയും 10-ാം തീയതി നോട്ടിഫിക്കേഷൻ വരികയും ചെയ്തപ്പോൾ വളരെ അതിശയിച്ചു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച് അദ്ദേഹം IMGയിലെ ഗവൺമെന്റ് സർവീസിലെ പദവി രാജിവെച്ചിട്ട് ഇത് ഗ്രഹിക്കുമെന്നാണ്. പക്ഷേ 15-ാം തീയതി അങ്ങനെ ചെയ്യാതെയാണ് ഗ്രഹിച്ചതെന്ന് മനസ്സിലാക്കി. അത് നിയമവിരുദ്ധമാണെന്ന് കണ്ടതുകൊണ്ട് വിവരങ്ങൾ ശേഖരിച്ചു, ഹർജി ഫയൽ ചെയ്തു. ഈ സർക്കാരിന്റെ തീരുമാനമാണ് അദ്ദേഹത്തെ നിയമിച്ചു എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ സർക്കാരിന്റെ നിയമപ്രകാരമുള്ള തീരുമാനമാണ്, സ്റ്റാറ്റ്യൂട്ടറി നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അത് ആ പേരന്റ് നിയമം അനുസരിച്ചായിരിക്കണം. ഇതിൽ എന്ത് നിയമവിരുദ്ധമാണ് ഉള്ളത്? അല്ല, ഞാൻ പറയാം. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു അംഗമാകുമ്പോൾ വകുപ്പ് 7 അനുസരിച്ചുള്ള അയോഗ്യതകൾ പാടില്ല. ആ സെക്ഷൻ 7(3) എന്ന് പറയുന്ന അയോഗ്യതയിൽ പറയുന്ന ഇതാണ്: നോ പേഴ്സൺ ഷാൽ ബി എലിജിബിൾ ഫോർ എലക്ഷൻ ഓർ നോമിനേഷൻ. ഇവിടെ നോമിനേഷനാണ് ചെയ്തിരിക്കുന്നത്. ആസ് എ മെമ്പർ ഓഫ് ദ ബോർഡ് ഇഫ് സച്ച് പേഴ്സൺ, 3-ാം വകുപ്പ് ഇതാണ്, ഈസ് ആൻ ഓഫീസ് ഹോൾഡർ ഓർ എ സെർവന്റ് ഓഫ് ദ ഗവൺമെന്റ്. അത്രേ ഉള്ളൂ കേസ്. ഇതിലിപ്പോൾ കെ ജയകുമാർ ഒരു വിശദീകരണം നൽകുന്നത് അദ്ദേഹം IMGയിൽ നിന്ന് ശമ്പളം വാങ്ങുന്നുണ്ട്, പക്ഷേ ദേവസ്വം ബോർഡിൽ നിന്ന് ആനുകൂല്യങ്ങളോ ശമ്പളമോ വാങ്ങുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇരട്ട പദവി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശമ്പളം ഇല്ല, അലവൻസുകൾ മാത്രമേ ഉള്ളൂ. അവിടെയുള്ള യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ സിറ്റിംഗ് ഫീസും അലവൻസുകളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദേവസ്വം ബോർഡിൽ നിന്ന് ഇതിന് മുമ്പിരുന്ന പ്രസിഡന്റ് ശമ്പളം ഒന്നും വാങ്ങിയിട്ടില്ല. ശമ്പളം വാങ്ങുന്നോ ഇല്ലെന്നുള്ളതല്ല പ്രശ്നം, ശമ്പളത്തിനല്ലെന്ന് വെച്ചോളൂ. ഗവൺമെന്റ് സർവന്റിനെ വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചോദിക്കേണ്ടത് എന്തുകൊണ്ട് നിയമസഭ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇതിനകത്ത് വെച്ചു? ഗവൺമെന്റ് സർവന്റ് ദേവസ്വം ബോർഡ് മെമ്പറായിട്ടോ പ്രസിഡന്റായിട്ടോ വരുന്ന എന്താണ് അപാകത? ഞാൻ പറയുന്നത് വലിയ അപാകതയാണ്. കാരണം ദേവസ്വം ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാ വരും. കാരണം ഗവൺമെന്റ് സർവന്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ വാക്കാലോ അല്ലാതെയുള്ള ഒരു നിർദ്ദേശത്തെ ലംഘിക്കാൻ സാധിക്കില്ല. ഗവൺമെന്റ് ശബരിമലയിൽ ഇന്നിപ്പോ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഗവൺമെന്റ് ഒരു ജീവനക്കാരനാണെങ്കിൽ ശമ്പളം അവിടെയല്ലേ. അപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം എനിക്കില്ല എന്ന് പറയുന്നേ അർത്ഥമില്ല. മറ്റിടത്തുനിന്ന് ശമ്പളം പറ്റുന്നതാണ് പ്രശ്നം. അത്രേ ഉള്ളൂ. സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടല്ല, ഒരു ഭക്തനായിട്ടാണ് അങ്ങ് ഹർജി കൊടുത്തേക്കുന്നത്. അതിനെ ഭക്തനല്ല, ഹിന്ദു സമുദായത്തിലെ ഒരു അംഗത്തിനാണ് ഈ വകുപ്പ് 8 അനുസരിച്ച്. ഞാൻ ശബരിമല ഭക്തനാണ്, ഞാൻ പറഞ്ഞ ഭക്തി വേണമെന്നില്ല, ഡിവോട്ടി ആവണമെന്നില്ല. ഹിന്ദു സമൂഹത്തിലെ ഏത് വ്യക്തിക്കും ഈ 8 അനുസരിച്ച് അയോഗ്യനായിട്ടുള്ള, കാരണം ഈ ശബരിമലയുടെ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ വർഷം അവിടെ പോയിട്ട് മണ്ഡലകാലത്ത് ദർശിച്ച് അരവണ മേടിക്കുന്നതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. അപ്പോൾ ഈ അരവണ ആരുണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണമെന്ന് അയോഗ്യർ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ അതിൽ എനിക്ക് ചോദ്യം ചെയ്യാനുള്ള അവസരമാണ് നിയമസഭ തന്നിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അത് ഏത് ഹിന്ദുവിനും ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷെ ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത് അങ്ങ് ഹർജിയായിട്ട് പോയത് ശരിയായ നടപടിയല്ല എന്നാണ്. അല്ല, അത് നിയമപ്രകാരമുള്ള അവകാശമാണ് വിനിയോഗിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യത്തിനോട് ഞാൻ കമന്റ് ചെയ്യുകയോ ചെയ്യില്ല. അത് ഗവൺമെന്റ് അത് കോടതിയിൽ പറയേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പുറത്ത് അധികം അതേക്കുറിച്ച് ഞാൻ പോലും പറയുന്നത് നല്ലതല്ല. ഓക്കെ, താങ്ക് യു സാർ. നിയമപ്രശ്നമുണ്ട്. നിയമവിരുദ്ധമായിട്ട് തന്നെയാണ് കെ ജയകുമാറിനെ നിയമിച്ചുവെന്നാണ് ബി അശോക് IAS ഇപ്പോഴും പറയുന്നത്. ക്യാമറ പേഴ്സൺ ഉണ്ണി പാലാഴിക്കൊപ്പം RB സനു, മീഡിയ 1.